അധികാരത്തിൻ്റെ കസേരയിലിരുന്നപ്പോൾ എന്തിനേയും ഏതിനേയും ന്യായീകരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നവർ ഒടുവിൽ ജനവിധിയുടെ പെരുമഴയത്തൊന്നുമല്ലാതായി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എതിർപ്പുകളെയും ചോദ്യങ്ങളെയും അഹങ്കാരത്തോടെ തള്ളിപ്പറഞ്ഞവർക്ക് കാലം കാത്തുവച്ച കനത്ത തിരിച്ചടിയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം. മുൻ സ്പീക്കർ എൻ ഷംസീറിൻ്റെ ഇപ്പോഴത്തെ ഈ കുറ്റസമ്മതം വെറുമൊരു പ്രസംഗം മാത്രമല്ല, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെപ്പോലെ സ്വന്തം തെറ്റുകൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ദയനീയ ചിത്രമാണ് ഈ കാണിക്കുന്നത്. തുടർഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ ജനങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുകയും പാർട്ടി പ്രവർത്തകരുടെ മുന്നറിയിപ്പുകൾ വകവെക്കാതിരിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അണികളുടെ വികാരം തള്ളിക്കളഞ്ഞ് നടത്തിയ സ്ഥാനാർത്ഥി നിർണയം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളിയെ തോളിലേറ്റിയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ, അയ്യപ്പ സംഗമം ഉണ്ടാക്കിയ കനത്ത അമർഷം, ഇതെല്ലാം വലിയ ദുരന്തമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചവരെയൊക്കെ അധിക്ഷേപിച്ച് വായടപ്പിക്കുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തത്. മൂന്നാം ഭരണവും ഉറപ്പാണെന്ന അമിത ആത്മവിശ്വാസത്തിൽ പോസ്റ്റൽ വോട്ടുകളുടെ ചെറിയ ലീഡിൽ ആശ്വസിച്ചവർക്ക് യഥാർത്ഥ വോട്ടിംഗ് മെഷീനുകൾ തുറന്നപ്പോൾ ജനങ്ങൾ കൊടുത്തത് 8ൻ്റെ പണിയാണ്. കാളികാവിൽ വെച്ച് ഷംസീർ നടത്തിയ ഈ തുറന്നുപറച്ചിൽ കേവലം ഒരു നേതാവിൻ്റെ വാക്കുകളല്ല, തങ്ങളുടെ കോട്ടകളെല്ലാം തകർന്നടിഞ്ഞു എന്നതിൻ്റെ തുറന്ന സമ്മതിക്കലാണ്. തോൽവിയുടെ ആഴം മുൻകൂട്ടി കാണാൻ കഴിയാതെ അഹങ്കാരത്തിൽ വാണവർക്ക് ഒടുവിൽ സ്വന്തം അബദ്ധങ്ങൾ അണികൾക്ക് മുന്നിൽ എണ്ണിപ്പറയേണ്ടി വരുന്നു. നാടിനെ നാണം കെടുത്തിയ സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസ് ജനങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല. ഭരണം കൈയാളുന്നവരുടെ തണലിൽ ഉയർന്നു വന്ന കൊള്ളകളും അധികാരത്തിൻ്റെ മറവിൽ നടന്ന വഴിവിട്ട ഇടപാടുകളും ഈ പ്രസ്ഥാനത്തിൻ്റെ കരിപുരണ്ട മുഖമാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിനു പുറമെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക് സാമ്പത്തിക ഇടപാടും മാസപ്പടി വിവാദങ്ങളും പാർട്ടിയുടെ ധാർമ്മികതയെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നതായിരുന്നു. സേവനമില്ലാതെ കോടികൾ കൈപ്പറ്റിയെന്ന ആരോപണങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാതെ ഒളിച്ചോടിയവർക്ക് ജനങ്ങൾ വളരെ കൃത്യമായ സമയത്ത് തന്നെ മറുപടി നൽകി. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ജനവികാരം മാനിക്കാതെ അഹങ്കാരത്തോടെ പെരുമാറിയപ്പോഴൊക്കെ CPM-ന് കനത്ത പ്രഹരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബംഗാളിലും ത്രിപുരയിലും നൂറ്റാണ്ടുകളോളം വാണ സാമ്രാജ്യങ്ങൾ പൂർണ്ണമായി കടപുഴകി വീണതും പാർട്ടി മറന്നുപോയി. പശ്ചിമ ബംഗാളിൽ സ്വന്തം അണികളുടെയും കർഷകരുടെയും കണ്ണീര് കാണാതെ മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ എറിഞ്ഞുടച്ച അതേ ചരിത്രം തന്നെയാണ് ഇന്ന് കേരളത്തിലും ആവർത്തിക്കുന്നത്. തോൽവിയുടെ ആഴം മുൻകൂട്ടി കാണാൻ കഴിയാതെ അഹങ്കാരത്തിൽ വാണവർക്ക് ഒടുവിൽ സ്വന്തം അബദ്ധങ്ങൾ അണികൾക്ക് മുന്നിൽ എണ്ണിപ്പറയേണ്ടി വരുന്നു. സ്വർണ്ണക്കൊള്ളയും എക്സാലോജിക് കേസും മുതൽ തെരഞ്ഞെടുപ്പ് പാളിച്ചകൾ വരെ ഇത്രയും കാലം മൂടിവെക്കാൻ ശ്രമിച്ച സത്യങ്ങളെല്ലാം ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അധികാര ലഹരിയിൽ ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ഒരുപോലെ വഞ്ചിച്ചതിൻ്റെ അനന്തരഫലമാണിത്. ജനവിധിക്ക് മുന്നിൽ അഹങ്കാരവും ന്യായീകരണങ്ങളും തകർന്നടിയുമെന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ഇന്ന് CPM-ന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്.